ഇപ്പോൾ ലൈവിൽ നടന്ന കാര്യമാണ് പറയുന്നത്. വേണം പറയാൻ. കാരണം ഇത് നൂറയുടെ നൂറായിരുന്നു ഒരു ടീമിന്റെ ബോളുകളിൽ. അപ്പോൾ കഴിഞ്ഞ ഇന്നലത്തെ മൈജിയുടെ ഒരു ഫ്രീ ഗിഫ്റ്റ് കാർഡ് കിട്ടി. നൂറയും ഒനിയലിന്റെ ടീം വിൻ ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒനിയലിന്റെ ടീമിന് ഒരു ഭാഗ്യമുള്ള ഒരു തമ്മിലായിരുന്നു. പിന്നെ ടാസ്ക് ചെയ്യുന്നു. അതിന് ഇവർ തന്നെ ക്യാപ്റ്റൻ തന്നെ കളിക്കണം എന്ന് പറഞ്ഞാൽ നൂറയും ഒനിയലിന്റെ ടീമും അത് തൊപ്പി വെച്ചിട്ട് തന്നെ മത്സരിക്കുന്നു. നൂറയും ഒനിയലും രണ്ടാളും ഓപ്പോസിറ്റായിട്ടിരുന്ന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ ഓപ്പോസിറ്റ് ആയി പെട്ടെന്ന് കൊളുത്തിയിടണം. അത് രണ്ടെടുത്തിട്ട് അവർ ഒരു സ്റ്റാൻഡ് നൂറ തന്നെയാണ് വിൻ ചെയ്തത്. അപ്പോൾ 2-3 വട്ടം കളിച്ചാലും നൂറ പവറാണ് കിട്ടിയത്. ഒരു ടീമിനാണെങ്കിൽ നൂറയ്ക്ക് തീരുമാനിക്കാം അത് കൊടുക്കണം, അത് നൂറയ്ക്ക് സ്വന്തമായിട്ട് എടുക്കണം. ഒനിയലിന് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. ഫാമിലി നൂറയ്ക്ക് 3 സൂപ്പർ പവറാണ് കിട്ടിയിരിക്കുന്നത്. അത് ക്യാപ്റ്റൻ തന്നെ ഒരാഴ്ച ആ കണ്ടസ്റ്റന്റ് കൂടെ താമസം, അല്ലെങ്കിൽ അത് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം. നൂറ ആരെ സെലക്ട് ചെയ്യുന്ന അയാളുടെ ഫാമിലി പവറാണ്. അതായത് ഫാമിലിക്ക് ഒരു വീക്ഷനാണ് 3 ആഴ്ചകളോട് തുടർച്ചയോടെ ആരെ നോമിനേറ്റ് ചെയ്യണമെന്ന് നൂറയ്ക്ക് തീരുമാനിക്കാം. കാലത്തൊട്ട് വൈകുന്നേരം വരെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇതൊരു വീക്ക് ഫുൾ ബിഗ് ബോസ് ഹൗസിൽ താമസിക്കാം. പിന്നെയുള്ളത് നോമിനേഷൻ ഫ്രീ ആണ്. അതായത് 3 ആഴ്ചകളോടെ നോമിനേഷനിൽ ഫ്രീ ആയിട്ട് നിൽക്കാം. പിന്നെയുള്ളത് ഒരാളെ നമുക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇനി വരുന്ന 3 ആഴ്ചകളിൽ ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നൂറാക്കി വേണമെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാമെന്ന് പറയുന്നു. അപ്പോൾ ബിഗ് ബോസിനോട് ചോദിക്കുന്നത് ഞാൻ എൻ്റെ ടീമിനോടൊന്ന് സംസാരിക്കട്ടെ എന്ന്. പക്ഷെ അത് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ബിന്നിക്കാണ് ഫാമിലി പവർ കൊടുത്തത്. ബാക്കി രണ്ടും നൂറ എടുത്തു. നൂറ അടിപൊളിയായിട്ട് കളിച്ചു.